സ്നേഹത്തിൻ സാക്ഷിയാകാം. എസ്തിതൻ സ്ഥാപക താതന വല്ലിച്ച പ്രാർത്ഥിക്കണേ എന്നും ഞങ്ങൾക്കായി. കാരുണ്യരൂപനോടൊന്നാകുവാൻ കരുണാർദ്ര സ്നേഹത്തിൻ സാക്ഷിയാകാം. എസ്തിതൻ സ്ഥാപക താതന വല്ലിച്ച പ്രാർത്ഥിക്കണേ എന്നും ഞങ്ങൾക്കായി. താൻ ജീവിച്ച കാലഘട്ടത്തിൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവയോട് ക്രിയാത്മകമായി പ്രതികരിച്ച, ഹൃദയത്തിൽ അനുകമ്പ നിറച്ച, കരുണാർദ്ര സ്നേഹത്തിൻ്റെ ഉടമയായിരുന്ന തികഞ്ഞ മനുഷ്യസ്നേഹിയായിരുന്നു ധന്യൻ വർഗീസ് പയ്യപ്പള്ളി അച്ഛൻ. തെരുവുകളിലും പാതയോരങ്ങളിലും ഉപേക്ഷിക്കപ്പെടുന്ന വൃദ്ധജീവിതങ്ങൾ സ്നേഹിക്കപ്പെടുവാനും സ്വീകരിക്കപ്പെടുവാനും യോഗ്യരാണ് എന്ന് മനസ്സിലാക്കി അവരെ സ്വന്തമാക്കി നെഞ്ചോട് ചേർത്ത് സ്നേഹിച്ച് ശുശ്രൂഷിച്ച് സമാധാനത്തോടെ ശാന്തതയോടെ നിത്യതയുടെ കവാടം കടത്തിവിടുക എന്ന വലിയ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്ത വലിയ മിഷണറിയായിരുന്നു അദ്ദേഹം. ദൈവം തന്നെ ഭരമേൽപ്പിക്കുന്ന ഈ വലിയ ദൗത്യം തനിക്ക് ശേഷവും അനുസ്യൂതം തുടരണം എന്നുള്ള ആ വലിയ ആഗ്രഹത്തോടു കൂടി അതിനായിട്ട് ഒരു സന്യാസിനി സമൂഹത്തിന് രൂപഭാവങ്ങൾ നൽകുകയും ചെയ്തു അദ്ദേഹം. ഈ അഗതികൾ തങ്ങളുടെ സ്വന്തം സഹോദരങ്ങളാണ് എന്നുള്ള ബോധ്യം ഈ സമൂഹാംഗങ്ങളിൽ ജനിപ്പിക്കുവാൻ വേണ്ടിയാകണം ഈ സമൂഹത്തിന് അഗതികളുടെ സഹോദരിമാർ എന്ന പേരും അദ്ദേഹം നൽകിയത്. സമൂഹത്തിൽ അവഗണിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന വാർദ്ധക്യങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടവരാണെന്നും അപ്രകാരം സംരക്ഷിക്കുക എന്നുള്ളത് പൊതുസമൂഹത്തിൻ്റെ കടമയാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തുവാനും സമൂഹത്തിലെ ഉന്നത ശ്രേണിയിലുള്ളവരെ പോലും ഈ മഹത്തായ പുണ്യകർമ്മത്തിൽ പങ്കാളികളാക്കുവാൻ സാധിച്ചു എന്നുള്ളതും വർഗീസ് അച്ഛൻ്റെ വ്യക്തിത്വത്തിൻ്റെ വലിയ സവിശേഷതയാണ്. സ്വന്തമാക്കി സ്നേഹിച്ച, താൻ നിർമ്മിച്ച തൻ്റെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന അഗതികൾക്കു വേണ്ടിയിട്ട് സ്വയം ഭിക്ഷാടകനായിട്ട് മാറിയ വർഗീസ് അച്ഛൻ എളിമയുടെയും സ്വനിഗ്രഹത്തിൻ്റെയും മഹത്തായ മാതൃകയാണ് നമുക്ക് പകർന്ന് നൽകിയിട്ടുള്ളത്. അച്ഛൻ തുടങ്ങിവെച്ച ഈ വലിയ പുണ്യപ്രവൃത്തി ലോകത്തിൽ ഇനിയും തുടർന്നു കൊണ്ടുപോകുവാനായിട്ട് കഴിവും ശക്തിയും സന്മനസ്സുമുള്ള അനേകം വ്യക്തികൾ ഇനിയും മുൻപോട്ട് വരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. Virtue always appears as a weakness. Instead, it is the totality of godliness and the strength of a person. Humility, one such virtue which appears and makes the person to remain humble and quiet when the situation turns upside down. But in the same silence, it teaches others a great lesson, a lesson on the fruit of surrender and hope in the Lord. Our beloved founder father was a man of humility who could come down from the chair of the manager and stretch out his empty arms to beg for the welfare of the destitute brethren. Through this small story, we would like to remind you all, dear viewers, that humility is a virtue that never fades out. If we consider it as a person, she always desires to accompany us just as an invisible friend, irrespective of the centuries. Be it 1927 or 2021, humility has only one aim, to make us come closer to God. For the Word of God says,
The prayer of the humble pierces the clouds, and it will not rest until it reaches its goal. It will not desist until the Most High responds. Sirach 35:21. Congratulations, Maya. Your presentation was nice. Thank you so much. Because of you, we got fun right. Really, thank you so much. When we will meet, tomorrow you'll see. Okay, bye. Bye. Didi, may I know your name? Yes, I am Maya. Maya. Who brought the child? I only. Can you please say her name? Sorry, I don't know. Age? I don't know. Then how you admitted her here? I think so. She is a school child and maybe she will be having identity card. Then I will go. Didi, your phone is ringing. Phone? Boss is calling. Maybe I will be getting contract. Hello? Hello? Yes, boss. So, Maya, I am well pleased with your contract, and if you come within 2 hours, I will be giving you the contract. Sir, excuse me, sir. I'm not in a situation to come over there. Can you please? Sorry, Maya, if you will not come within the given time, I will not be able to give you the contract. Sir, please understand No, me, Maya, sir. there are many more members waiting better than you, they have performed. Sir, this is my life matter, sir. Please. Sorry, Maya, I cannot interfere in your life matter. If you are not willing to come, I will have to give it to someone else. Please, sir, please, sir. No, Maya. Please understand me, sir. Please, sir. Oh my god. What is this? Do you know Kavya accident case? Nurse is coming, you may ask. Nurse, do you know Kavya accident case? Oh, she is in ICU. That girl only bought her. Hello, excuse me? You will hit Kavya. How dare you? Who gave license to you? What nonsense you are doing? I file a case. She only hit the child. How careless she is. She don't know to drive also. Oh my god. Why no one is understanding me? Maya, Uncle, you are here. you hit the child. How many times your mother said don't take the scooty and go out? Then see what happened now. Uncle, I did not hit them. Then what happened? Excuse me. Maya is innocent. She only helped the child. Please don't trouble her. Now already she is tired. Oh, like that only. Thank you, sister. Anyway, happened is happened. You saved one soul now. Come, let us go. I am happy. Come. Whom you are looking there? Nobody is there. Can't you see anyone? Nobody is there. Simply come. Hello, Maya?
Did you get the contract? My father is asking. Maya, are you hearing? Maya. My God, what a day it was. The day started with troubles and ended with troubles. Actually, who was that child? Only I could see and uncle couldn't see. My God. Good morning, Didi. You again. Who are you, my child? After I met you, I faced a lot of troubles. Troubles? Yes, I thought I was a grace and virtue for you. grace and virtue? Yes, Who are you? I'm humility. Humility can be a person? Yes, think yourself. When accident happened, you came down and helped her because of me. When you lost your job, you turned to God. When you felt humiliated before others, you remained calm and patient because of me. Now, say, was I a grace or a curse? Once I was the friend of great manager who could come down from his authority. കിഴങ്ങ് കിലോ 50 പൈസ. മുരിങ്ങയ്ക്കാലോ 25 പൈസ മോനെ. കൂടുതലാ ചേച്ചി, കുറച്ചതാ. ഇത് നല്ല സാധനാ, വില നല്ല, നോക്ക്, നല്ല ഗുണമുള്ള കിഴങ്ങ് മതി. കിഴങ്ങിന് എത്രയാ? 50 പൈസ. എടുക്കട്ടെ എന്നാ? ഒരു 1/4 കിലോ. അല്ല, ഒരു കിലോ എടുക്കുന്നേ മതി. 1/4 കിലോ. He is manager, no? He is manager of St. Mary's School. Why he is begging? How humble is he? So great. Please go and bless my daughters, that they also may be able to do. Swearly. Can you give us something? Thank you. Sorry, this is for poors, if you can. Simply begging. You can do some work, no? Enough strength you have, no? Why you are shouting? I don't have anything to go. Thank you. Didi, how do you feel now? I understood one thing, that you will bring people closer to God. I too want to come closer to God. Will you be my friend forever? Swear. Even though you
St. Bernard says that humility is the foundation and guardian of virtues. The humble heart worships God in truth and in spirit, realizing its own nothingness before the glorious presence of its Creator. It's only a humble heart that can truly love the other, see greatness in others, and be at service to the other. And our dear Wellington was such a humble soul. His humility attracted both human and divine. He could easily be with everyone, and all, from the least to the greatest, felt loved in his presence. True love can work easily through the humble of heart. And it was this love for the poor in need that made him able to even beg for the poor and needy. Father Varghese Payapilli saw greatness in others and considered their need before himself. Thus, he was a docile instrument in the compassionate hands of God. Being the spiritual daughters of our dear Father, we too are called to imbibe the spirit of humility that was glowing in Venerable Father Varghese Payapilli. So let us seek his intercession as we journey in our religious life. God, our loving Father, we thank you for the gift of vocation that you have given us. Lord, in order to be at your service and be your instruments of mercy, we need a humble heart that sees you in all whom we meet, a heart that depends totally upon your divine grace, and a heart that obeys you readily, surrendering all its will and desires. Lord, we ask you to help us to grow in the spirit of humility, emptying ourselves totally so that we may become the instruments of your compassionate presence to all, being faithful to the founding carousel of our congregation, and work towards the salvation of souls for our own sanctification and above all, the greater glory of God. Surrendering our prayer through the intercession of our Venerable Father Varghese Payapilli, we pray.